ഹായ് വ്യൂവേഴ്സ്, അൻഷ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്റ്റൈൽ മാങ്ങയിട്ട ചെമ്മീൻ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാമോളം ചെമ്മീനെ കഴുകി ക്ലീൻ ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളക്, 6 പച്ചമുളക്, കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, മാങ്ങ, തക്കാളി ഓപ്ഷണലാണ്, 1/4 ഭാഗം മാത്രമേ കറിക്ക് ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്കുള്ള അരവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 2.5 കൈപ്പിടിയോളം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം 3/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരവ് ഒരുപാട് ലൂസായി പോവാതെ ശ്രദ്ധിക്കണം. 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ തന്നെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാൻ പറ്റും. ഇനി ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് പച്ചമുളക്, കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 6 പച്ചമുളക് ഇതേപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കാൽ ഭാഗം തക്കാളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കാൽ ഭാഗം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ച അരവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം മാങ്ങ പുളി കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്കിപ്പം പുളിവെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പുളിവെള്ളം എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പുളിയില്ലാത്തതായതുകൊണ്ട് ഞാനൊരു ലെമൺ സൈസിലുള്ള പുളി കുതിർത്തിട്ട് 1.5 ഗ്ലാസോളം വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ മീൻകറീൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വേണം ചേർക്കാൻ. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇതിലേക്ക് 2.25 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. 2.25 ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീന് ചേർത്ത് കൊടുക്കാം. കറി ഇപ്പം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീന് ചേർത്ത് കൊടുക്കാം. ചെമ്മീന് ചേർത്തിട്ട് 5-8 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യണം. ചെമ്മീന് നന്നായി കുക്കായി കറി ഒന്ന് വറ്റി വരുമ്പോൾ ഇതിനെ ഓഫാക്കാം. ഈ സമയത്ത് ഉപ്പോ എരിവോ പുളിയോ എന്തെങ്കിലും ആണെങ്കിൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെമ്മീന് നന്നായിട്ട് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ കറി വളരെ സിമ്പിളാണ് ചെയ്യാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കണ്ണൂർ സ്റ്റൈൽ മീൻ കറി ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കറി ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിട്ട മാങ്ങയും ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയിട്ട ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.